മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കൂടാതെ സംസ്ഥാന അവാർഡ് മറ്റു നിരവധി പുരസ്കാരങ്ങളും നേടി. MTയുടെ പൊൻതൂലികയിൽ പിറന്ന ഹരികരന്റെ സംവിധാന ശൈലി കൊണ്ടും ഇന്ത്യൻ സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത അമരക്കാരൻ, അഭിനയ ചക്രവർത്തി, പത്മശ്രീ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അഭിനയ മികവ് കൊണ്ട് ശ്രദ്ധേയമായ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ഒരു മികച്ച രംഗം ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. കുറുങ്ങാട്ടിടം വാഴുന്നോർ ഉണ്ണിച്ചന്ദ്രൂരും ഇളയമ്മ മകൻ ഉണ്ണിക്കോന്നാരും തമ്മിൽ നടന്ന മൂപ്പിള തർക്കം തീർക്കാൻ പ്രജാപതി നാട്ടിൽ നഗരിവാതുക്കലിലെ തട്ടിൽ അരങ്ങോടർ ചേകവരും പുത്തൂരം വീട്ടിൽ ആരോമലും അംഗം കുറിച്ചു. ആ അംഗത്തിൽ ആരോമൽ ചേകവർ ജയിച്ചു. അംഗത്തിന് തുണയായി വന്ന മച്ചുനൻ ചന്തുവുമായി തർക്കിക്കുകയും അവിടെ നടന്ന പിടിവലിയിൽ വിളക്ക് തറച്ചു കയറി ആരോമൽ ചേകവർ മരിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ആരോമൽ ചേകവരുടെ മരണത്തിന് പ്രതികാരം ചോദിക്കാൻ ഇളം തലമുറയിലെ കണ്ണപ്പനുണ്ണിയും ആരോമലുണ്ണിയും ചന്തുവിനെ തേടി വരുന്നു. ഞങ്ങൾ ചന്തു ചേകവരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നവരാണ്. ഇവിടെ പഠിപ്പില്ല. വേറെ 17 കളരികളിൽ ശിഷ്യന്മാരുണ്ട്. വീട് ഏത് മക്കളെ? പുത്തൂരം വീട്. മക്കളെ, വലിയ കണ്ണപ്പൻ ചേകവരിൽ നിന്ന് പഠിച്ചതിലേറെ ഒരു വിദ്യയും തരാൻ എനിക്കില്ല. നിങ്ങൾക്ക് മടങ്ങാം. വലിയ ചേകവർ ഇപ്പോഴും ബന്ധം പുതുക്കാൻ വന്നവരല്ല ഞങ്ങൾ. പിന്നെ അമ്മാവനെ ചതിച്ചു കൊന്നതിന് മൊഴി ചോദിക്കാൻ. ഒരുങ്ങിക്കോ ചന്തു ചേകവരെ. ഓ, അമ്മ യാത്രാമൊഴിയൊന്നും പറഞ്ഞില്ലേ? അംഗം കഴിഞ്ഞിട്ട് മതി ചന്തു അമ്മാവ അപരാധം പറച്ചിൽ. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളച്ചുകൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചതികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ? കളരിയിൽ വിളക്ക് തെളിക്കും. അംഗം കഴിഞ്ഞില്ല ചേകവരെ. ഇതോ അംഗം. ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. ആയുധമെടുക്ക്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല. ആയുധമെടുക്ക്.
ചതിയൻ ചന്തുവിന്റെ ചരിതം ഇവിടെ കഴിയട്ടെ. പുത്തൂരം വീടിന്റെ കളങ്കം മായ്ച്ച വീരൻ ആരോ മുന്നിയുടെ ചരിതം ഇവിടെ തുടങ്ങട്ടെ. ഗുരുവേ. ശരിക്കും ഒരു മൂവി കണ്ട എഫക്റ്റ് തന്നെയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ഒക്കെ വന്നു. ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കാം. സൗഭാഗ്യ, സഞ്ജയ് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലക്ഷ്മി പറഞ്ഞ പോലെ ആ മൂവിയുടെ അതേ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്തു ഇവിടെ. എനിക്ക് ആ ഫസ്റ്റ് പാർട്ടിൽ കൂടി സഞ്ജയ് വേണമായിരുന്നു എന്ന് തോന്നി എനിക്ക്. അത് കഴിഞ്ഞിട്ട് ആ കറക്റ്റ് ചെയ്യാൻ, കാരണം ആ പാർട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നിങ്ങൾ ആ ചെയ്തതൊക്കെ വളരെ നന്നായിരുന്നു. എല്ലാവരും ഒരേപോലെ ചെയ്തു. ആ പോർഷൻ, ആ സ്റ്റാർട്ട് തന്നെ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അതിനുശേഷം സഞ്ജയുടെ എൻട്രി നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഇത്രയും ഡയലോഗ്സ് തെറ്റിക്കാണ്ട് ലിപ്സിങ്കിലൊക്കെ പറഞ്ഞതൊക്കെ സൂപ്പറായിരുന്നു സഞ്ജയ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങളും ഒട്ടും മോശമായില്ല, കാരണം ഇത്രയും പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടറാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ പെർഫോം ചെയ്തപ്പം ഒട്ടും ഡൗൺ ആയില്ല. നിങ്ങൾ ഈക്വലി ഗുഡായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജയുടെ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് സഞ്ജയ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഡയലോഗ്സൊക്കെ സഞ്ജയ് ഇങ്ങനെ പറയാം. ആ ഫീലിൽ കുറേയൊക്കെ വാക്ക് ആൻഡ് മാനറിസംസ് ഒക്കെ കൊണ്ടുവന്നു. ആ ലാസ്റ്റ് പാർട്ടിൽ കൂടി ആ പറഞ്ഞതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ എനിക്ക് ഫുൾ ഗൂസ് ബംസ് ആയിരുന്നു. ആ ഡയലോഗ് ഡെലിവറി, മമ്മൂക്ക ഇസ് ഡെഫിനറ്റ്ലി എ ലെജൻഡ്. എനിക്ക് അങ്ങനെ അത്രയും ഗൂസ് ബംസ് ആയിരുന്നു എനിക്ക് പെർഫോമൻസ് കാണുമ്പോൾ. ഒരിക്കലും മറക്കാനാവില്ല അല്ലേ. ലെറ്റ്സ് ഹിയർ വാട്ട് അമ്മു ഹാസ് ടു സേ. അമ്മു. Sanjay, it was a superb performance, as she said. നല്ലതായിട്ട് പെർഫോം ചെയ്തു. സഞ്ജയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്ട് തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. വെരി അൺഎക്സ്പെക്റ്റഡ് തിങ്. കാരണം സഞ്ജയ് എപ്പോഴും ഒരു ഡാൻസർ, നമുക്കുടെ ഡാൻസ് മാത്രം എപ്പോഴും, അപ്പം നമ്മളും വിചാരിക്കും ഓക്കെ ഡാൻസ് ആയിരിക്കും എന്നുള്ളൊരു ഇതിലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ മൂന്നുപേരും ഡാൻസ് ആണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്ര കിടിലൻ ആക്ടർ ആണെന്ന് സഞ്ജയ് പ്രൂവ് ചെയ്തു. ശരിക്കും നന്നായിട്ട് ആ ഡയലോഗ് ഡെലിവറി, ആ ഒരു ബോഡിയുടെ സ്റ്റിഫ്നെസ്സും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ആറ്റിറ്റ്യൂഡ്. നേരത്തെ വന്നപ്പോൾ സഞ്ജയ് താടി വെച്ചോണ്ടൊന്നല്ല ചിരിക്കാൻ പറ്റാതിരുന്നത്. സഞ്ജയ് ക്യാരക്ടർ ഇപ്പോഴും അവൻ ക്യാരക്ടർ വിട്ടുപോയിട്ടില്ല. അവൻ നിൽക്കണം നോക്ക്, ഇപ്പോഴും ചന്തുവിൽ തന്നെ ഒരു കാര്യം, സഞ്ജയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ക്യാരക്ടറാണ് സീരിയസ് ക്യാരക്ടർ. ഭയങ്കര സീരിയസ് ക്യാരക്ടർ. ഒരു കുഞ്ഞു മമ്മൂട്ടിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞു മമ്മൂക്ക ശരിക്കും അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ പെർഫോം ചെയ്ത എല്ലാവരും, നിങ്ങളുടെ തുടക്കത്തിലത്തെ ആ സ്റ്റാർട്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ആ കോർഡിനേഷൻ ആൻഡ് എവറിത്തിങ്. നിങ്ങൾ രണ്ടുപേരും നല്ലോണം സപ്പോർട്ട് ചെയ്തു. നിങ്ങളും ആ ഡയലോഗ് ഒട്ടും ലിപ്പ് ഔട്ട് ആവാതെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു. ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര. നിങ്ങൾക്ക് എത്ര വയസ്സായി ശരിക്കും? 12. വി മിസ്ഡ് യു ഇൻ ദിസ് ഷോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് നല്ല പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ. ബ്രില്യൻറ്റ്. ആൻഡ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഡയലോഗ് ഡെലിവറി മമ്മൂക്കയുടെ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് സ്റ്റിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ സൗണ്ട്. ആ സൗണ്ട് എവിടെ കേട്ടാലും നമുക്ക് ഗൂസ് ബംസ് തരും. ഏത് ഡയലോഗ് ആയിക്കോട്ടെ, ആ ശബ്ദം തന്നെ നമ്മൾ വലിയ ഫാൻസാണ്. സോ സഞ്ജയ് കോട്ട നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടം. വിവേകേട്ടനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ ചാൻസ് പറയാൻ വേണ്ടിട്ട്. ഞാൻ ഇവരെന്തെങ്കിലും പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വെച്ച് പറയാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. എനിക്കൊന്നുമില്ല പറയാൻ. അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഈ ഒരു സീൻ എന്ന് പറയുന്നത് ഭയങ്കര മറ്റേ ഡയലോഗ് മോഡുലേഷനും ഭയങ്കര ഒരു നീളമുള്ള ഡയലോഗും അത്രയും ടഫായിട്ടുള്ള, അതായത് മമ്മൂക്കയുടെ ഏറ്റവും ഭയങ്കര അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ആ സിനിമയിൽ അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള പാട്ട് തെളിയിക്കുന്നത് ഈ ഒരു ഡയലോഗും ഈ ഒരു പോർഷനിലുമാണ്. ഭയങ്കര അതും ലാസ്റ്റ് വന്നിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗും ആ ഒരു അഭിനയം, മറ്റേ സ്വയം അത് ചെയ്ത് മരിക്കുന്നത്, മറ്റേ സ്വന്തമായിട്ട് കുത്തി മരിക്കുന്നതൊക്കെ അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. സാധാരണ ഒരു അറിഞ്ഞാത്ത ഒരാളാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ മറിഞ്ഞു വീഴും. ഇത് കറക്റ്റ് നമ്മളെ ക്യാമറയിലും ഓഡിയൻസിനൊക്കെ കാണുന്ന രീതിയിൽ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു ദ കൊറിയോഗ്രാഫർ. നല്ല കൊറിയോഗ്രാഫി. ആരാ മോനെ കൊറിയോഗ്രാഫി ചെയ്തത്? ആരാ? നിയാസ് മാസ്റ്റർ. ആസ് ഓൾവേസ് യു ആർ ബ്രില്യൻറ്റ്. അത്രയും സൂപ്പർബായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. വെരി വെരി.
ആ ഒരു ലിപ്സിംഗ് ഒന്നും എന്താ പറയാ മറ്റേ സൗഭാഗ്യ പറഞ്ഞല്ലോ ഒരു പാളിച്ച പോലും ഇല്ലാണ്ട് Mannerisms ഒക്കെ കറക്റ്റ് അതൊക്കെ ആ ബോഡി സ്റ്റിഫ്നെസ് പറയുന്നത് കൈ പോകുന്നതും ഒക്കെ അതേപോലെ തന്നെ എല്ലാം ചെയ്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അവതരിപ്പിച്ചു. എനിക്ക് പെർഫോമൻസ് കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ബിക്കോസ് ദ ലെജൻഡിന്റെ കൂടെ നിന്ന് സെയിം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത് വർക്ക് ചെയ്ത ലക്കിയസ്റ്റ് 2 പീപ്പിളാണ് എൻ്റെ സൈഡിലിരിക്കുന്നത്. സോ ഐ റിയലി വാണ്ടഡ് ടു ask them about their experience with the legend. First we'll go with Ammu. ശരിക്കും ചേച്ചി പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ലൈക്ക് ഐ എം ഇൻ ദാറ്റ് കേസ് ഐ എം ദ ലക്കിയസ്റ്റ് ടു വർക്ക് വിത്ത് ഹിം. കാരണം കറുത്ത പക്ഷികളെ കണ്ട എല്ലാവർക്കും അറിയാം, അതിൽ ഒരു ഹാഫ് തമിഴൻ ഹാഫ് മലയാളി അങ്ങനെയായിട്ടാണ് ഒരു മുരുകൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പം എപ്പോഴും നമുക്ക് ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് അതിൽ വർക്ക് ചെയ്തത്. എങ്ങനെ ആ ഗെറ്റപ്പിൽ എപ്പോഴും സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒരു സാധാരണ ഒരാൾ സെറ്റിലേക്ക് വരുന്ന ആൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അത് മമ്മൂക്കയാണെന്ന്. അങ്ങനെയാണ് പുള്ളി, ഭയങ്കര ഡൗൺ ടു എർത്താണ്, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഒരു ന്യൂ കമ്മർ ആണെങ്കിൽ എസ്പെഷ്യലി എന്താണ് തെറ്റുന്നത്, എന്താണ് അവിടെ അഭിനയിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഒരു എപ്പോഴും ടിപ്സ് തന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുന്നത് മമ്മൂക്കയായിരിക്കും. കാരണം എനിക്ക് ലെൻസ് വെച്ചിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത്. അപ്പം ഇത് വെക്കുമ്പോൾ ഭയങ്കര പെയിനാണ് ഈ ലെൻസ്. അതും വേറൊരാളാണ് വെച്ചത്, അന്നൊന്നും നമുക്ക് സ്വയമായിട്ട് വെക്കാൻ അറിയില്ല. അപ്പം രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഊരാൻ സമ്മതിക്കില്ല, കാരണം ഊരി തിരിച്ചിടുന്നതും ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ രാവിലെ ഇട്ടാൽ ഞാൻ രാത്രിയാണ് ഊരാ. അപ്പോൾ ഒരു ദിവസം നമുക്കത് നോട്ട് ചെയ്തു, ഞാൻ രാവിലെ ഇട്ടിട്ട് രാത്രി വരെയാണ് വെച്ചിട്ട് ഇരിക്കുവാണ് ലെൻസ്. ബ്രേക്കിന് കൂടെ ഞാൻ ലെൻസ് ഊരില്ല, ഞാൻ ലെൻസ് ഇട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം ഒരു ദിവസം എൻ്റെ ഉച്ചയ്ക്ക് എങ്ങാണ്ടോ കഴിഞ്ഞു, വൈകിട്ട് എൻ്റെ ജസ്റ്റ് ബാക്ക് ഷോട്ടോ പാസിങ് ഷോട്ടോ എന്തോ ഉള്ളൂ, സ്റ്റിൽ ഞാൻ അത് വെച്ചിട്ടായിരിക്കണം. ഹി ഗോട്ട് വെരി ആംഗ്രി, ഭയങ്കര ദേഷ്യപ്പെട്ടു അന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്. കാരണം ഒന്നല്ലെങ്കിൽ മൂപ്പർക്ക് അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാം, കാരണം മൂപ്പരെ ബോദർ ചെയ്യുന്നൊരു കാര്യമേ അല്ല. ലൈക്ക് എനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ വൈ ഷുഡ് ഹി ബോദർ. പക്ഷെ അന്ന് എല്ലാവരും ചീത്ത പറഞ്ഞ് ഒരിക്കലും അങ്ങനെ വെക്കരുത്, ലെൻസ് ഷോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റണം അങ്ങനെ പറഞ്ഞ് ഫുൾ അന്ന് ഭയങ്കരമായിട്ട് ചൂടായ ദിവസം. അന്നാണ് നമുക്ക് ഞാൻ ചൂടായി കാണുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയൊരു വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ 3 ഫിലിം ചെയ്തു. എല്ലാം ചെറിയ സംഭവങ്ങളാണെങ്കിലും മമ്മൂക്കയുടെ കൂടെ ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു ഈ 3 ഫിലിം വെച്ച് നോക്കുമ്പോൾ. ഫസ്റ്റ് ചെയ്ത അച്ചാദിൻ എന്ന് പറഞ്ഞ ഫിലിമിലായിരുന്നു. അതിലൊരു ഡോക്ടറുടെ റോളായിരുന്നു. അതിലൊരു സീനിൽ ഞാൻ മമ്മൂക്ക നമ്മൾ ഡോക്ടർമാരുടെ സമരത്തിനിടയിൽ മമ്മൂക്ക കയറി വരുമ്പോൾ ഞാൻ തള്ളി മാറ്റുന്ന ഒരു സംഭവമാണ്. അതൊരു 3-4 ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി. എനിക്ക് ആദ്യമേ ടെൻഷനാണ് ഈ തള്ളി മാറ്റുമെന്ന്. അത് മമ്മൂക്ക ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് മമ്മൂക്ക വിളിച്ചു, നീ ധൈര്യമായിട്ട് എന്നെ തള്ളിക്കോ, ഞാൻ വീഴൊന്നുമില്ല, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ മമ്മൂക്ക ഡയറക്റ്റായിട്ട് നമ്മളെടുത്ത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഓക്കെ സുഖമായിട്ട് അങ്ങ് ചെയ്തു. ആ ടേക്ക് പെർഫെക്റ്റ് ആയി. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചു. അന്ന് തുടങ്ങിയ ആ തള്ളാണ് അന്ന് തുടങ്ങിയ തള്ളില്ല ഇന്നുവരെ പിന്നെ നിർത്തി. വിവേക് സാറിനെ ഫസ്റ്റ് ടൈം കാണുന്നത് പോലെ ഒരു ഓണം പ്രോഗ്രാമിലാണ് മമ്മൂക്കായുടെ കൂടെ ഒരു ഷോയ്ക്കാണ് ഇങ്ങനെ ഞാൻ വിവേക് സാറിനെ ഫസ്റ്റ് ടൈം നേരിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് ഐ വാസ് സപ്പോസ് ടു പെർഫോം എ ഡബ് സ്മാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. പുള്ളിക്കാരൻ്റെ ഒരു ഫേമസ് സിനിമയിൽ അങ്ങനെ ഒരു സീൻ. സോ ഐ പെർഫോം ദ ഡാൻസ് ആസ് വെൽ ആസ് എ ഡബ് സ്മാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ അതിൻ്റെ ടുവേർഡ്സ് എൻഡിൽ മമ്മൂക്ക ഓണക്കോടി കൊടുക്കുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ബിഗ് സ്ക്രീൻ ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയ ക്യൂ ആയിരുന്നു. സോ എനിക്കതിൻ്റെ ഇടയ്ക്ക് തള്ളിക്കയറാൻ ഭയങ്കര ഒരു വിഷമായിരുന്നു. സോ ഞാനും അമ്മയും അവിടെ നിന്ന് ഇങ്ങനെ മാറി നിന്നു. ആൻഡ് ഇത് കൊടുക്കുമ്പോഴൊക്കെ ഹി വാസ് നോട്ടീസിങ് ബോത്ത് ഓഫ് അസ്. സോ അത് കഴിഞ്ഞ ഉടനെ അവർക്ക് പാക്കപ്പ് ചെയ്യേണ്ട ടൈം ആയതുകൊണ്ട് അത് അങ്ങ് കഴിഞ്ഞു പോയി. ദെൻ ഓണസദ്യ കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ദ പ്രൊഡ്യൂസർ കെയിം റണ്ണിങ്. 2 ഓണക്കോടി എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് താരച്ചേച്ചിക്കും സൗഭാഗ്യം ഇത് തരാൻ മമ്മൂക്ക പറഞ്ഞു, വഴക്ക് തന്നു, എന്താ അവരെ വിളിക്കാത്ത, അവർ രണ്ടുപേരും അവിടെ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞ് വഴക്ക് തന്നു, ഇത് കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ, ഞാൻ അവരെ വിളിച്ച് ചോദിക്കും എന്ന് പറഞ്ഞു. സോ മമ്മൂക്ക പോലൊരാൾ ശരിക്കും ഇതൊന്നും ബോധേഡാവേണ്ട ആവശ്യമില്ല. ദ ലെജൻഡ് എപ്പോഴും ഓൾവേസ് ദ ലെജൻഡാണ്. ആ ഒരു ഓറ ഉണ്ടല്ലോ. സോ ആ ഒരു ഓറയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇമ്മിണി വലിയ ജാട ആവാം. അതാണ് മമ്മൂക്കയെ കുറിച്ചുള്ള ഇംപ്രഷൻസ്.